ഫിനാൻഷ്യൽ സംബന്ധമായിട്ടുള്ള എല്ലാ പ്രോഡക്റ്റുകളും ഒരു കുടക്കീഴിൽ ലഭ്യമാക്കുന്ന ഒരു തരം സൂപ്പർ മാർക്കറ്റുകൾ പോലെയാണ് ഇന്ന് നമ്മുടെ ബാങ്കുകൾ പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് തന്നെ എന്ത് തരം ഫിനാൻഷ്യൽ റിക്വയർമെൻറ്റ്സ് നിങ്ങൾക്കുണ്ടെങ്കിലും നിങ്ങൾക്ക് നിങ്ങളുടെ ബാങ്കറെ സമീപിച്ചാൽ മതി. നിങ്ങൾക്കിപ്പോൾ ഒരു ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കണം, അല്ലെങ്കിൽ നിങ്ങൾക്കിപ്പോൾ ഒരു ലൈഫ് ഇൻഷുറൻസ് എടുക്കണം, നിങ്ങൾക്ക് നിങ്ങളുടെ ബാങ്കിലേക്ക് ചെല്ലൂ. അവിടെ നിങ്ങൾക്ക് അതിനുള്ള സൊല്യൂഷൻ ഉണ്ടാവും. വിവിധ ഏജൻസികളുമായി ടൈപ്പ് ചെയ്തിട്ടാണ് നമ്മുടെ ബാങ്കുകൾ ഇന്ന് പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് തന്നെ പബ്ലിക് സെക്ടർ ബാങ്കുകളിലും പ്രൈവറ്റ് സെക്ടർ ബാങ്കുകളിലും അതിഭീകരമായിട്ടുള്ള ഒരു കോമ്പറ്റീഷൻ ഇന്ന് നടന്നു വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ഉപഭോക്താക്കൾക്ക് പലതരത്തിലുള്ള ഫെസിലിറ്റീസും ബാങ്കുകൾ ഇന്ന് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. വെൽക്കം ടു ഇൻവെസ്റ്റ്മെൻറ്റ് മലയാളം. പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ബാങ്ക് അക്കൗണ്ട് ഉള്ളവരും ബാങ്ക് അക്കൗണ്ട് തുടങ്ങാൻ പോകുന്നവരും അറിഞ്ഞിരിക്കേണ്ട 5 കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ പറയുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ വീഡിയോ പൂർണ്ണമായും കാണുക. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇൻവെസ്റ്റ്മെൻറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള പല വീഡിയോസും ഈ ചാനലിലൂടെ വരുന്നതായിരിക്കും. നിങ്ങളിപ്പോൾ ഒരു അക്കൗണ്ട് തുടങ്ങാൻ പോവുകയാണ്, ഒരു സേവിങ് അക്കൗണ്ട് തുടങ്ങാൻ പോവുകയാണ്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഏത് തരത്തിലുള്ള സേവിങ് അക്കൗണ്ടാണ് തുടങ്ങേണ്ടത് എന്ന് ആദ്യം തന്നെ തീരുമാനിച്ചു വെക്കണം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ ബാങ്കുകളും ഇപ്പോൾ പല തരത്തിലുള്ള അക്കൗണ്ടുകൾ ലഭ്യമാക്കുന്നുണ്ട്. നിങ്ങളുടെ ഫിനാൻഷ്യൽ സ്ട്രെങ്ത്തിനനുസരിച്ചിട്ട് മിനിമം ബാലൻസും ആവറേജ് ബാലൻസും മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള അക്കൗണ്ടുകൾ ഇന്ന് ബാങ്കുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പ്രൈവറ്റ് സെക്ടർ ബാങ്കുകളിലേക്ക് വന്നു കഴിഞ്ഞാൽ റെഗുലർ സേവിങ്സ് അക്കൗണ്ട് മുതൽ പ്രീമിയം അക്കൗണ്ടുകൾ വരെ ഉണ്ട്. അതായത് നിങ്ങൾക്കിപ്പോൾ കൂടിയ എമൗണ്ട് ആവറേജ് മന്ത്ലി ബാലൻസ് ആയിട്ടോ മിനിമം ബാലൻസ് ആയിട്ടോ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും അത്തരത്തിലുള്ള പ്രീമിയം അക്കൗണ്ടുകളിലേക്ക് പോവാവുന്നതാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള അക്കൗണ്ടുകളിൽ ഒട്ടനവധി ചാർജുകൾ ബാങ്ക് നിങ്ങൾക്ക് ഒഴിവാക്കി തരും. അക്കൗണ്ട് ചൂസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, നമ്മുടെ മിനിമം ബാലൻസ് ആദ്യം പരിഗണിക്കുക. അതുപോലെ തന്നെ ഏത് തരത്തിലുള്ള ഡെബിറ്റ് കാർഡാണ് നിങ്ങൾക്ക് വേണ്ടത് എന്നുള്ളത് മനസ്സിലാക്കുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തൊക്കെ ചാർജസ് ആയിരിക്കും ഇതിൽ വരിക എന്നുള്ളതും മനസ്സിലാക്കി വെക്കുക. നിങ്ങൾക്കിപ്പോൾ പ്രീമിയം ഡെബിറ്റ് കാർഡ് വേണം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ലോഞ്ചസ് ഫെസിലിറ്റീസ് വേണം, അതുപോലെ നിങ്ങൾക്ക് ക്യാഷ് വിഡ്രോവൽസ് കുറച്ച് കൂടുതലുണ്ടാവും, ATM വിഡ്രോവൽസ് കുറച്ച് കൂടുതലുണ്ടാവും. ഇങ്ങനെയൊക്കെയുള്ള സാഹചര്യത്തിൽ നിങ്ങൾ തീർച്ചയായിട്ടും പ്രീമിയം അക്കൗണ്ടുകളിലേക്ക് തന്നെ പോകുക. മിനിമം ബാലൻസ് നിങ്ങൾക്ക് കീപ്പ് ചെയ്യാൻ പറ്റുമെങ്കിൽ അത്തരത്തിലുള്ള അക്കൗണ്ടുകൾ ഗുണകരമാണ്. അടുത്തതായി പറയുന്നത്, നിങ്ങൾക്ക് സേവിങ് അക്കൗണ്ട് റിലേഷൻ നിങ്ങളുടെ ബാങ്കിലുണ്ട്, പക്ഷേ നിങ്ങൾ 6 മാസമായിട്ട് നിങ്ങൾ ഒരു ട്രാൻസാക്ഷൻ പോലും നിങ്ങളതിൽ ചെയ്തിട്ടില്ല എങ്കിൽ നിങ്ങളുടെ അക്കൗണ്ട് തീർച്ചയായിട്ടും ബ്ലോക്ക് ആവുകയോ അല്ലെങ്കിൽ ഡോർമെൻ്റ് ആയി പോവുകയോ ചെയ്യും. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും 6 മാസത്തിനുള്ളിൽ ഒരു ട്രാൻസാക്ഷനെങ്കിലും മിനിമം ചെയ്യാൻ വേണ്ടി ശ്രമിക്കണം. അതിൽ ക്യാഷ് ഡെപ്പോസിറ്റ്സോ അല്ലെങ്കിൽ ക്യാഷ് ഓൺലൈൻ ത്രൂ ട്രാൻസ്ഫർ ചെയ്യുകയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു ഇടപാടുകൾ നിങ്ങൾ ആ അക്കൗണ്ടുകളിൽ ഉറപ്പുവരുത്തണം. ഇല്ലെങ്കിൽ അത് നിർജ്ജീവമായി പോകും. അടുത്ത കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ KYC അപ്ഡേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അതായത് 2 വർഷം കൂടുമ്പോൾ നിങ്ങളുടെ അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്ത് ഓരോ 2 വർഷം കൂടുമ്പോഴും നിങ്ങൾ നിങ്ങളുടെ KYC അപ്ഡേറ്റ് ചെയ്യേണ്ടതുണ്ട്. നിങ്ങൾ നിങ്ങളുടെ ബാങ്കിൽ പോയി നിങ്ങളുടെ പാൻ കാർഡും നിങ്ങളുടെ അഡ്രസ് പ്രൂഫും ഫോട്ടോയും വെച്ച് അത് പുതുക്കി നൽകേണ്ടതുണ്ട്. കാരണം അങ്ങനെയാണെങ്കിൽ മാത്രമേ നിങ്ങളുടെ അക്കൗണ്ട് അപ്ഡേറ്റഡ് ആയിരിക്കുകയുള്ളൂ. ഇല്ലെങ്കിൽ അത് ബ്ലോക്കായി പോകും. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുകയാണെങ്കിൽ, നിങ്ങൾക്ക് എന്തെങ്കിലും ലോൺ നിങ്ങളുടെ അക്കൗണ്ട് വഴി എടുത്തിട്ടുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും EMIs പോകാനുണ്ട്. ഇപ്പോൾ ക്രെഡിറ്റ് കാർഡിൻ്റെ ബില്ല് ഓട്ടോ പേ ആയിട്ട് പോകുന്നു, അല്ലെങ്കിൽ നിങ്ങളുടെ 2 വീലർ ലോൺ EMI ആയിട്ട് ആ അക്കൗണ്ടിൽ നിന്നും പോകുന്നു, കാർ ലോൺ EMI ആയിട്ട് പോകുന്നു എങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ആ ഡേറ്റിന് ഏത് ഡേറ്റിനാണോ നിങ്ങളുടെ EMI എടുത്തുകൊണ്ട് പോകുന്നത് ആ ഡേറ്റിന് കറക്റ്റായിട്ട് തന്നെ നിങ്ങളുടെ ആ EMIക്ക് ആവശ്യമായിട്ടുള്ള തുക ഉണ്ട് എന്ന് ഉറപ്പ് വരുത്തേണ്ടതുണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് 5-ാം തീയതിയാണ് നിങ്ങളുടെ EMI എടുത്തു പോകുന്നത് എങ്കിൽ ആ ബാങ്ക് ചിലപ്പോൾ 4-ാം തീയതി അർദ്ധരാത്രി 12 മണിക്ക് തന്നെ ഈ EMI എടുക്കാൻ വേണ്ടി ശ്രമിച്ചു എന്ന് വരാം. ആ സാഹചര്യത്തിൽ നിങ്ങൾ അക്കൗണ്ടിൽ പൈസ മെയിൻറ്റെയിൻ ചെയ്തിട്ടില്ല, നിങ്ങൾ 5-ാം തീയതി രാവിലെ നിങ്ങളുടെ അക്കൗണ്ടിൽ ആ തുക ഇടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളുടെ EMI എടുത്തു പോകണം എന്നില്ല. അപ്പോഴേക്കും നിങ്ങളുടെ പേയ്മെൻറ്റ് ബൗൺസ് ആയിട്ടുണ്ടാവും, അതിന് ചാർജും ബാങ്ക് ഈടാക്കിയിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങൾ ഒരു ദിവസം മുമ്പ് തന്നെ ഈ തുക ആ അക്കൗണ്ടിൽ ഉണ്ട് എന്ന് ഉറപ്പ് വരുത്തേണ്ടതുണ്ട്. നിങ്ങൾക്ക് ഇപ്പോൾ എന്തെങ്കിലും തരത്തിലുള്ള
ലോൺ റിക്വയർമെൻറ്റ്സ് വരികയാണ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്നൊരു എമർജൻസി ആയിട്ട് നിങ്ങൾക്കൊരു കുറച്ച് ഫണ്ടിന് ആവശ്യം വന്നു. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും? ആദ്യം നമ്മൾ മുമ്പൊക്കെ ചെയ്തിരുന്നത് വേറെ ആരോടെങ്കിലും കടം ചോദിക്കുക, അങ്ങനെയൊക്കെയുള്ള പരിപാടികളാണ് നമ്മൾ ആദ്യം ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, ഇപ്പോൾ ഒട്ടുമിക്ക ബാങ്കുകളും പ്രത്യേകിച്ചും പ്രൈവറ്റ് സെക്ടർ ബാങ്കുകളിൽ നിങ്ങൾക്ക് അക്കൗണ്ട് റിലേഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അൺസെക്യൂർഡ് ആയിട്ടുള്ള പേഴ്സണൽ ലോൺസ് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ബാങ്ക് ഒരു ഈടും വെക്കാതെ തന്നെ നിങ്ങൾക്ക് ലഭ്യമാക്കി തരുന്നതാണ്. അതായത് നിങ്ങളൊരു ഇൻകം സാലറീഡ് ആണോ അല്ലയോ എന്നുള്ളത് വിഷയമല്ല. നിങ്ങൾക്കിപ്പോൾ ഒരു അക്കൗണ്ട് റിലേഷൻ ഉണ്ട്, അത്യാവശ്യം ആ അക്കൗണ്ട് നല്ല രീതിയിൽ നിങ്ങൾ ഉപയോഗിച്ച് പോകുന്നുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും ആ ബാങ്കിൽ എന്തെങ്കിലും പ്രീ അപ്രൂവ്ഡ് ആയിട്ടുള്ള ഓഫേഴ്സ്, അങ്ങനെയുള്ള ചില ബാങ്കുകൾ HDFC, ICICI ഇങ്ങനെയൊക്കെയുള്ള ബാങ്കുകൾ പ്രീ അപ്രൂവ്ഡ് പേഴ്സണൽ ലോൺസ് പ്രൊവൈഡ് ചെയ്യാറുണ്ട്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ആ ബാങ്കറെ സമീപിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും പ്രീ അപ്രൂവ്ഡ് ഓഫേഴ്സ് ഉണ്ടോ എന്നുള്ളത് തിരക്കാവുന്നതാണ്. പേഴ്സണൽ ലോണിൻ്റെ ഒരു പ്രീ അപ്രൂവ്ഡ് ഓഫർ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും നിങ്ങൾക്ക് നെറ്റ് ബാങ്കിങ്ങിലൂടെ തന്നെ നിങ്ങൾക്ക് ആ ഫണ്ട് അവൈൽ ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് യാതൊരു വിധത്തിലുള്ള ഡോക്യുമെൻ്റ് സബ്മിറ്റ് ചെയ്യേണ്ടി വരില്ല ഇങ്ങനെയുള്ള പ്രീ അപ്രൂവ്ഡ് കാര്യങ്ങൾ. അതല്ലാതെ രീതിയിൽ നിങ്ങൾക്ക് ഇൻകം ഡോക്യുമെൻ്റ് വെച്ച്, അതായത് നിങ്ങളുടെ സാലറി സ്ലിപ്പ് വെച്ച് നിങ്ങൾക്ക് പേഴ്സണൽ ലോൺസിന് വേണ്ടി സമീപിക്കാവുന്നതാണ് ഇത്തരത്തിലുള്ള ബാങ്കുകളെ. കാരണം നമുക്കൊരു എമർജൻസി ഫണ്ടിന് ആവശ്യം വരികയാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ബാങ്കറെ സമീപിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മിക്കവാറും നിങ്ങളുടെ കാര്യങ്ങൾക്ക് സൊല്യൂഷൻസ് ഉണ്ടാക്കാൻ പറ്റും. ഇന്ന് ബാങ്കുകൾ കൂടുതൽ പ്രൊമോട്ട് ചെയ്യുന്നത് ഡിജിറ്റൽ ട്രാൻസാക്ഷനുകളെയാണ്. അതായത് ഓൺലൈൻ ട്രാൻസാക്ഷനുകളും ചെക്ക് ട്രാൻസാക്ഷൻസും ഒക്കെയാണ് ബാങ്കുകൾ കൂടുതൽ പ്രൊമോട്ട് ചെയ്യുന്നത്. കാരണം ക്യാഷിൻ്റെ ട്രാൻസാക്ഷൻസ് കുറച്ചുകൂടി കുറയ്ക്കുക എന്നുള്ളതാണ് ബാങ്കിൻ്റെ നയം ആയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഡിജിറ്റൽ ബാങ്കിങ്ങിൽ ഒത്തിരി ഫെസിലിറ്റീസ് ബാങ്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഹൈലി സെക്യൂർഡ് ആയിട്ടുള്ള ഒരു നെറ്റ്വർക്കും ബാങ്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് വേണം കരുതാൻ. ഇത്തരത്തിലുള്ള ഒരു സാഹചര്യം നിലവിലുണ്ടാകുമ്പോഴും നമ്മൾ ഒത്തിരി പേർ ഇതിൽ പറ്റിക്കപ്പെടുന്നുണ്ട്. കാരണം ഫ്രോഡുലൻ്റ് ആക്ടിവിറ്റീസ് ഒത്തിരി ഈ ബാങ്കിങ് ഫീൽഡിൽ നടക്കുന്നുണ്ട്. പക്ഷേ ദയവേത് നിങ്ങൾ തീർച്ചയായിട്ടും ഒരു കാര്യം മനസ്സിലാക്കുക, ആരോടും നിങ്ങളുടെ OTP ഷെയർ ചെയ്യരുത്, ആരോടും നിങ്ങളുടെ ഡെബിറ്റ് കാർഡിൻ്റെ പുറകിലുള്ള 3 അക്കം നിങ്ങൾ ഷെയർ ചെയ്യരുത്. ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നിങ്ങൾ ഷെയർ ചെയ്യാതെ ശ്രദ്ധിക്കുക. കാരണം ഇതൊക്കെയാണ് നമുക്ക് സേഫായിട്ട് സെക്യൂറായിട്ടും ബാങ്കിങ് ചെയ്യാനുള്ള വഴികൾ. അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നിങ്ങൾ തീർച്ചയായിട്ടും ബാങ്ക് അക്കൗണ്ട് ഉള്ളവർ ശ്രദ്ധിക്കുക. കാരണം നിങ്ങളുടെ അക്കൗണ്ട് ഡോർമെൻ്റ് ആയിക്കഴിഞ്ഞാലോ നിങ്ങളുടെ അക്കൗണ്ട് ബ്ലോക്ക് ആയിക്കഴിഞ്ഞാലോ നിങ്ങൾക്കത് ഉപയോഗിക്കുമ്പോൾ ചെറിയൊരു തടസ്സം നേരിടാം. നമ്മളുടെ KYC അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട് എന്ന് ഉറപ്പുവരുത്തുക. വളരെ സ്മാർട്ടായിട്ട് നമുക്കിന്ന് നമ്മളുടെ ബാങ്കിങ് മുന്നോട്ട് കൊണ്ടുപോകാവുന്നതാണ്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ നമ്മൾ ഓർത്തിരിക്കുക. അങ്ങനെയാണെങ്കിൽ ഈസിയായി ബാങ്കിങ് നമുക്ക് നടത്താം.